ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് വൈറ്റ് പേപ്പർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി 4 ക്രാഫ്റ്റ് ഐഡിയാസ് ആണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം വാൾ ഹാങ്ങിങ് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് 7 സെൻറ്റിമീറ്റർ നീളവും വീതിയും വരുന്ന ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതുപോലെ മടക്കിയെടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലൊരു ഹാഫ് പെറ്റലിൻ്റെ ഷേപ്പ് വരച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഫ്ലവർ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഓരോ പെറ്റലും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ഫ്ലവർ പെറ്റലും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു വൈറ്റ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ഒരു സൈഡിൽ സ്കെച്ച് പെൻ വെച്ചിട്ട് കളർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വയലറ്റ് കളർ സ്കെച്ച് പെന്നാണ് എടുത്തിട്ടുള്ളത്. അതിന് പകരം നിങ്ങൾക്ക് കളർ പേപ്പർ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് മടക്കിയിട്ട് ചെറിയ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സെയിം സൈസിലുള്ള ഒരു പേപ്പറും കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് രണ്ടും വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കൈ വെച്ചിട്ട് റോൾ ചെയ്യുക, അല്ലെങ്കിൽ ക്വില്ലിംഗ് ടൂൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് റോൾ ചെയ്താലും മതി. അപ്പോൾ അത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ 2 ഫ്ലവർ പെറ്റലിൻ്റെയും കൂടെ സെൻറ്ററിലായിട്ട് ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വേറെ 2 എണ്ണം കൂടെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു വൈറ്റ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലൊരു ഹാർട്ട് ഷേപ്പ് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആ ഹാർട്ട് ഷേപ്പിൻ്റെ സൈഡിൽ മാത്രമായിട്ട് ഒരു ബോർഡർ പോലെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വയലറ്റ് കളർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അതും വരച്ചു കൊടുക്കുന്നത്. ഇനി കുറച്ച് ലീവ്സും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഗ്രീൻ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ഇതുപോലെ മടക്കി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഫ്ലവേഴ്സും ലീവ്സൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അത് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് ഷീറ്റ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഗ്ലൂ അപ്ലൈ ചെയ്ത് അതെല്ലാം അതിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ ലീവ്സൊക്കെ വേണമെങ്കിൽ ആ 2 ഫ്ലവറിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ഒട്ടിക്കുന്നുള്ളൂ. പിന്നെ ഹാർട്ട് ഷേപ്പിൽ ഒരു പേപ്പർ തിന്നായിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വേറെ 2 പീസും കൂടെ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ജൂട്ട് ത്രെഡാണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്താലും മതി.
അപ്പോൾ ഇനി രണ്ടാമത്തെ ക്രാഫ്റ്റ് കാണാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടും ഞാൻ 7 സെൻറ്റിമീറ്ററിൽ നീളവും വീതിയും വരുന്ന പേപ്പർ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ഇതുപോലെ മടക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അതിൽ നിന്ന് 2 പെറ്റൽ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ സെയിം സൈസിലുള്ള ഓരോന്നെണ്ണം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഒരു പെറ്റലാണ് കേട്ടോ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി അത് രണ്ടിൻ്റെ ഒരു പെറ്റിൽ ഹാഫ് ആയിട്ടും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു റെഡ് മാർക്കറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്കെച്ച് പെൻ ആയാലും മതി കേട്ടോ. എന്നിട്ട് അതിലൊരു ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൽ രണ്ടിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി അതിന് സ്റ്റിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ടൊരു പേപ്പർ ട്യൂബ് ഉണ്ടാക്കാം. ഇനി ഫ്ലവറിൻ്റെ താഴെയായിട്ട് കാണുന്ന സെപ്പൽസ് ഉണ്ടല്ലോ ഗ്രീൻ കളറിൽ, അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതുപോലെ മടക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ ആ പേപ്പർ ട്യൂബും ആ ഫ്ലവറും കൂടെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഫ്ലവർ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരെണ്ണം കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് ലീവ്സൊക്കെ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലീവ്സിൻ്റെ കൂടെ വെച്ച് കൊടുത്താലും മതി. ഇനി മൂന്നാമതായിട്ട് ഒരു ഫ്ലവർ സ്റ്റിക്കാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഞാൻ 7 സെൻറ്റിമീറ്റർ നീളവും വീതിയുള്ള പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇനി ആ പേപ്പർ ഇതുപോലെ മടക്കി കട്ട് ചെയ്തെടുക്കാം. ഇവിടെ 2 പെറ്റലിൻ്റെ ഷേപ്പാണ് വരച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെയാണ് ആ പെറ്റിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഫ്ലവർ പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിനെ 3ആയിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ്. 4 പെറ്റൽ, 5 പെറ്റൽ, 7 പെറ്റൽ. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി അതിൻ്റെ 3ൻ്റെയും ഓരോ പെറ്റൽ ഹാഫ് ആയിട്ടും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ പീസും ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കൊരു 3 പെറ്റൽ ഫ്ലവറാണ് കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ഫ്ലവേഴ്സും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 പെറ്റിൽ വരുന്ന ഫ്ലവർ ഉണ്ട്, അതുപോലെ 5 പെറ്റിൽ 6 പെറ്റിൽ വരുന്ന ഫ്ലവറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഒരു ഗ്രീൻ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതുകൊണ്ട് ഒരു പേപ്പർ ട്യൂബ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഫ്ലവേഴ്സ് ഓരോന്നായിട്ട് അതിൽ ഒട്ടിച്ചു കൊടുക്കുക. മുകളിലായിട്ട് ചെറിയ ഫ്ലവേഴ്സും താഴോട്ട് വരുന്തോറും വലിയ ഫ്ലവേഴ്സുമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ഇതുപോലെ മടക്കി കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഫ്ലവർ സ്റ്റിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുണ്ടാക്കാനാണെങ്കിലും ഈസിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലവേഴ്സൊക്കെ ഒരുമിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് ഒരു A4 ഷീറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ ഒരു ബട്ടർഫ്ലൈൻ്റെ ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ബട്ടർഫ്ലൈ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് കൂടുതൽ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള ക്ലിയർ ടേപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർക്ക് മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് മുകളിലും താഴെയും ഗ്ലൂ വരുന്ന രീതിയിൽ മടക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ പേപ്പർ പോലെ വെയിറ്റ് ഇല്ലാത്തത് നമുക്ക് ഒട്ടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ സ്കെച്ച് പെൻ വെച്ചിട്ടൊക്കെ കളർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരുപാടെണ്ണം ഒരുമിച്ച് വെക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. കിഡ്സിൻ്റെ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ നല്ലൊരു ഐഡിയ ആണിത്. അപ്പോൾ വൈറ്റ് പേപ്പർ വെച്ചിട്ട് ഇന്ന് ചെയ്തിട്ടുള്ള എല്ലാ ക്രാഫ്റ്റും നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി കേട്ടോ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.